ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് കേരളത്തിലെ വോട്ടർമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ജനവിധി. ഭരണത്തിനെതിരെ ഉള്ള അവരുടെ വിധിയെഴുത്താണ് ഉണ്ടായത്. കോർപ്പറേഷനിലായാലും ജില്ലാ പഞ്ചായത്തുകളിലായാലും നഗരസഭകളിലായാലും ഗ്രാമപഞ്ചായത്തുകളിലായാലും ചരിത്രത്തിൽ ഇതുപോലെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയേറ്റ ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായിട്ടില്ല. നവകേരള യാത്രയുടെ ഭാഗമായി നടത്തിയ പ്രതിഷേധങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാരെയും KSUക്കാരെയും പരസ്യമായി ഡിവൈഎഫ്ഐക്കാരും CPMകാരും ആക്രമിച്ചപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. അതേ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഇപ്പോൾ ജനങ്ങൾ നടത്തിയിരിക്കുന്നത്. മുങ്ങിച്ചാവാൻ പോകുന്നവന് ഒരു ഓലത്തുരുമ്പ് കിട്ടിയാലും അതിൽ പിടിക്കുന്നത് പോലെ അവർ നടത്തിയ പ്രതിഷേധത്തിന്റെ സൂചകമാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി. എപ്പോഴും CPM നേതാക്കൾക്ക് ശബ്ദധാരാവലിയിൽ ഇല്ലാത്ത ചില പ്രയോഗങ്ങളുണ്ട്. അതാണ് MM മണി ആശാൻ എന്നറിയപ്പെടുന്ന MM മണി നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം അദ്ദേഹം പറഞ്ഞത്, നല്ല ചാപ്പാടടിച്ചിട്ട് സർക്കാർ നൽകിയ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് പുറപ്പ് പണി കാണിച്ചു. എന്തായാലും പുതിയൊരു പ്രയോഗം മലയാളിക്ക് കിട്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിൽ പറഞ്ഞ നികൃഷ്ടജീവി, അതേപോലെ തന്നെ സ്വരാജിന്റെ പിതൃശൂന്യം, അതുപോലെ ഉള്ള ഒരു പ്രയോഗമാണ് പിറപ്പ് പണി. ഇത് അറിഞ്ഞുകൂടാത്ത, അർത്ഥമറിഞ്ഞുകൂടാത്ത കുട്ടികളടക്കം ഇപ്പോൾ ശബ്ദതാരാവലി തിരയുന്നത് മണിയാശാൻ പറഞ്ഞ ഈ പിറപ്പ് പണി എന്നാണ്. റോഡുകളും പാലങ്ങളും ക്ഷേമ പെൻഷനുകളും എല്ലാം അനുഭവിച്ചിട്ട് അതെല്ലാം വാങ്ങി നക്കിയിട്ട് സദ്യ കഴിച്ചിട്ട് നന്ദികേട് കാണിച്ചതിനെയാണ് അദ്ദേഹം പിറപ്പ് പണി കാണിച്ചു എന്ന് വിശേഷിപ്പിച്ചത്. MM മണിയുടെ ഈ പ്രതികരണം CPM ജനറൽ സെക്രട്ടറി MA ബേബി തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇടതുപക്ഷ നേതാക്കളുടെ, പ്രത്യേകിച്ചും CPM നേതാക്കളുടെ ഉള്ളിലിരിപ്പ് തന്നെയാണ് MM മണിയിലൂടെ പുറത്തു വന്നത്. ആശാന്റെ നാട്ടുഭാഷ, ആശാന്റെ സ്വസിദ്ധമായ പ്രയോഗങ്ങൾ കുപ്രസിദ്ധമാണ്. 1 2 3 4 എന്ന നിലയിൽ ഞങ്ങൾ ആളുകളെ കൊന്നു തള്ളി, കുത്തിക്കൊന്നു, വെടിവെച്ചു കൊന്നു, വെട്ടിക്കൊന്നു എന്നൊരിക്കൽ അദ്ദേഹം പറഞ്ഞതിന് MM മണിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അതേ മണിയാശാനാണ് ഇപ്പോഴും സ്വസിദ്ധമായ ശൈലിയിൽ ഈ തോൽവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാൻ സഖാക്കൾ ഒരിക്കലും തയ്യാറല്ല. 2014 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും UDF ജയിച്ച് ഒരു സീറ്റിൽ ഒതുങ്ങിയപ്പോൾ പഠിച്ചു തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് 24 തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലും UDF വിജയിക്കുകയും ഒരു സീറ്റിൽ BJP ജയിക്കുകയും ചെയ്തപ്പോഴും പഠനം ആവർത്തിച്ചു. ഇപ്പോഴും പരാജയത്തിന്റെ കാരണങ്ങൾ ഇടതുപക്ഷം കണ്ടെത്തി. അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഒരു ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭ നൂറ്റാണ്ട് കാലത്തിലേറെയായി ഇടതുപക്ഷം ഭരിക്കുന്നതാണ്. അവിടെയാണ് BJP കേവല ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ആദ്യ വിജയം നേടിയതുപോലെ അഹമ്മദാബാദ് കോർപ്പറേഷനിലാണ്. ആ കോർപ്പറേഷനിലെ വിജയമാണ് പിന്നീട് തുടർ ഭരണത്തിലേക്ക് ഗുജറാത്തിനെ കൊണ്ടെത്തിച്ചത്. അതേ ലക്ഷണങ്ങളാണ് കേരളത്തിൽ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് BJP ആരംഭിച്ചിരിക്കുന്ന ഈ ജൈത്രയാത്ര മറ്റൊരു ഗുജറാത്തായി കേരളത്തെ മാറ്റുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എന്തായാലും 10 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസുകാർ അത് 19 സീറ്റായി വർദ്ധിപ്പിച്ചു. അതേസമയം 54 സീറ്റിലേറെ ഉണ്ടായിരുന്ന ഇടതുപക്ഷം ആണ് പുറകിലോട്ട് പോയത്. BJP അവിടെ ഭൂരിപക്ഷം നേടുകയും. തിരുവനന്തപുരത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം 2 പ്രവർത്തകരുടെ ആത്മഹത്യ ഉൾപ്പെടെ വലിയ പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ടാണ് BJP ഈ വിജയം നേടിയത്. UDF ആരോപിക്കുന്നത് CPMഉം BJPയുമായുള്ള അന്തർധാരയുടെ ഫലമാണ് തിരുവനന്തപുരത്തെ ഫലം. കൊല്ലം എന്നും ഇടതുപക്ഷത്തിന്റെ ഈറ്റില്ലമാണ്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷനാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ UDF പിടിച്ചെടുത്തത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട എറണാകുളവും കൊച്ചി കോർപ്പറേഷനും കഴിഞ്ഞ തവണ ഒരു വോട്ടിനും നഷ്ടപ്പെട്ട തൃശൂർ കോർപ്പറേഷനും UDF തിരിച്ചു പിടിച്ചു. കണ്ണൂരിലാകട്ടെ കണ്ണൂർ കോർപ്പറേഷനിലെ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുകയും കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് ഇടതുപക്ഷത്തിന് നിലനിർത്താൻ കഴിഞ്ഞത്. 6 കോർപ്പറേഷനുകളിൽ ഒരു കോർപ്പറേഷൻ മാത്രം നേടിക്കൊണ്ട് ചരിത്രത്തിൽ ഇല്ലാത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷം നേരിട്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ 7 എന്ന നിലയിലാണ് നിൽക്കുന്നത്.
ഗ്രാമപഞ്ചായത്തുകളിൽ 500-ലേറെ ഗ്രാമപഞ്ചായത്തുകളിൽ UDF വിജയം നേടി. 35 പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പമാണ്. നറുക്കിട്ടോ മറ്റോ ആണ് അവിടങ്ങളിൽ ഫലം നിശ്ചയിക്കുക. പാലക്കാട് നഗരസഭയിലാകട്ടെ കഴിഞ്ഞ 2 തവണ വിജയിച്ച BJP ഭൂരിപക്ഷം കിട്ടാതെ പ്രതിസന്ധിയിലാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും അവർക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. നിർണായകമായി മാറിയിരിക്കുന്നത് 3 സ്വതന്ത്രന്മാരാണ്. ലീഗിന് റിബലായി നിന്ന സ്വതന്ത്രനും, CPM റിബലായി വിജയിച്ച സ്വതന്ത്രനും, കോൺഗ്രസ് റിബലായി വിജയിച്ച സ്വതന്ത്രൻ. അങ്ങനെ 2 മുന്നണികളിലെയും റിബലുകളായ 3 സ്വതന്ത്രന്മാർ ആണ് പാലക്കാട് നഗരസഭ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കാൻ പോകും. കോൺഗ്രസ് ഇതിനകം തന്നെ ഇന്ത്യ മുന്നണി പോലെ പാലക്കാട് ഒരു ധാരണയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. VK ശ്രീകണ്ഠൻ MPയും DCC പ്രസിഡന്റ് തങ്കപ്പനുമെല്ലാം BJPയെ പുറത്തു നിർത്താൻ, BJPക്ക് ഭരണം ലഭിക്കാതിരിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ CPM നേതാവ് NN കൃഷ്ണദാസ് അടക്കം ഉള്ളവർ പറയുന്നത് അത്തരമൊരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല, അത് ഗൗരവമുള്ളൊരു വിഷയമാണ്, അത് ചർച്ച ചെയ്താൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ്. അങ്ങനെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രി മുതൽ സാധാ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെയുള്ള സഖാക്കൾ കാണിക്കുന്ന അഹങ്കാരവും ധാർഷ്ട്യവും, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനത, അവരുടെ യഥാർത്ഥ പ്രതികരണം, അവർ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.